സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തികരമായ വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതിയായ വടകര മുട്ടുങ്ങൽ സ്വദേശിനി ഷിംജിത മുസ്തഫയുടെ ജാമ്യാപേക്ഷയിൽ കുന്നമംഗലം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പ്രസ്താവിക്കും. ദീപകിനെ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോകൾ സാമൂഹിക മാധ്യമത്തിൽ വ്യാപകമായി പ്രചരിപ്പിച്ചുവെന്നും ഇതിൽ മനം നൊന്താണ് ദീപക് ജീവനൊടുക്കിയെന്നുമാണ് പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഷിംജിതയ്ക്കെതിരെ ആത്മഹത്യാ പ്രേരണക്കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. കേസിൽ ഇരുഭാഗത്തെയും വാദങ്ങൾ നേരത്തെ പൂർത്തിയായിരുന്നു. എന്നാൽ പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്നത് തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ഇടയാക്കുമെന്ന് ചൂണ്ടിക്കാട്ടി പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർത്തു. ഈ സാഹചര്യത്തിൽ കോടതിയുടെ ഇന്നത്തെ വിധി കേസിൽ ഏറെ നിർണായകമാണ്. യുവതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ബോധപൂർവമായ സൈബർ ആക്രമണമാണ് യുവാവിന്റെ മരണത്തിന് കാരണമായതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പ്രതിക്ക് ജാമ്യം ലഭിക്കുന്നത് സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും ഇടയാക്കുമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിട്ടുണ്ട്. സമൂഹ വിചാരണ നടത്തണമെന്ന ലക്ഷ്യത്തോടെയാണ് ഷിംജിത വീഡിയോ ചിത്രീകരിച്ചതെന്നും പ്രചരിപ്പിച്ചതെന്നും ഇതിലെ മനോവിഷമത്തിലാണ് ദീപക് ആത്മഹത്യ ചെയ്തതെന്നും സാക്ഷികളുടെ മൊഴിയും തെളിവുകളും ശേഖരിച്ചു വരികയാണെന്നും അന്വേഷണ സംഘം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. അതേസമയം അന്തരിച്ച ദീപകുമായി തനിക്ക് മുൻപരിചയമില്ല എന്നും അതിനാൽ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ല എന്നുമാണ് പ്രതിഭാഗത്തിന്റെ വാദം. നിലവിൽ മഞ്ചേരി ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ് ഷിംജിത. ഇരുഭാഗത്തിന്റെയും വിശദമായി വാദം കേട്ട ശേഷമാണ് കോടതി വിധി പറയുന്നതിനായി ഇന്നത്തേക്ക് മാറ്റിയത്. പ്രതിക്ക് ജാമ്യം ലഭിക്കുമോ അതോ റിമാൻഡ് തുടരുമോ എന്നതിൽ ഇന്നത്തെ കോടതി വിധി നിർണായകമാണ്. വിശദമായ വാദം കേട്ട ശേഷമാണ് ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയത്.